ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെയിമിങ് അങ്ങനെയൊന്നുമല്ല ഗൈസ്. ഇന്ന് നമ്മൾ ചെറിയൊരു ആപ്പിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. സോ ഈ ആപ്പിൻ്റെ പേരെന്ന് വെച്ചാൽ ടേണിപ്പ് എന്നാണ്. ഇത് ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളെ ലൈവും അതേപോലെ ഗെയിമൊക്കെ കളിക്കുന്ന അതേപോലത്തെ വീഡിയോസൊക്കെ ഇല്ലേ, നമ്മൾ ലൈവായിട്ട് ഗെയിം കളിക്കുന്നതൊക്കെ ഇടുക. അതാണ് ഈ ആപ്പിൻ്റെ ഗുണം. അപ്പോൾ ഈ ആപ്പ് എങ്ങനെ കളിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് സെറ്റപ്പ് സ്ട്രീം എന്ന് കണ്ടോ, ആ സംഭവം ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തുമ്പോൾ നമ്മൾ വേറൊരു പേജ് വരും, പക്ഷേ അങ്ങനെ പേജ് വരും. നമ്മൾ കളിക്കുന്ന ഗെയിം ഏതാ ഇഷ്ടമുള്ള ഗെയിം നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കാണുന്നുണ്ടോ, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോണിൽ ആ ഗെയിം ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലോട്ട് വരും. സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഫീലിങ്സ് അങ്ങനെയൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതെടുക്കുക, ഫീലിങ്സ് കൊടുക്കുക. ഇപ്പോൾ മേളിൽ കളിക്കുന്ന ഗെയിം അല്ലെങ്കിൽ നമ്മുടെ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വേറെ ഗെയിംസും കൂടെ വരും. അതിനകത്ത് ഏതാണെന്നുള്ളത് അതങ്ങ് എടുക്കുക. അതിനകത്ത് ഏതാണുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് ഇഷ്ടം പോലെ ഗെയിം ഉണ്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് സ്ക്വാഡായിട്ടാണോ അതോ ഇങ്ങനെ സ്ക്വാഡായിട്ടാണോ സോളോ ആയിട്ടാണോ കളിക്കുന്നതൊക്കെ. എന്നിട്ട് അങ്ങനെ ഉണ്ട് ഗൈസ്. ഇതിപ്പോൾ നമ്മൾ ഇമോജി അങ്ങനെ വെച്ചാൽ നമ്മൾ ഓരോ ഫീലിംഗ്, പിന്നെ സ്ക്വാഡ്, പിന്നെ ഏത് ലാംഗ്വേജിലാണ് ഇത് കളിക്കുന്നത്, അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട്. എന്നിട്ട് ഇതെല്ലാം നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അവസാനം നെക്സ്റ്റ് ഇതുണ്ട്, നെക്സ്റ്റ് അടിയിൽ അതങ്ങ് ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം നമ്മൾ കറക്റ്റാക്കി കഴിയുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ഇത് വരും. പിന്നെ അത് നിങ്ങളുടെ കണ്ടൻറ്റ്, സ്ട്രീമിന് കൊടുക്കേണ്ട പേര്, തമ്പനൈൽസ്, ആ സംഭവമാണ് ഇതിലില്ല. ഇതിൽ നമുക്ക് ഈ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം, അതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അത് എക്സാമ്പിൾ കാണിച്ചിരുന്നതാണ്. അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഇതും കൊടുക്കാം. ഉണ്ട്, നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇത് കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ കൊടുക്കുക. നമ്മൾ അതിൻ്റെ അകത്ത് എന്തുവാ കളിക്കുന്ന ഗെയിമിൻ്റെ പേര് അതെല്ലാം കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അടി കണ്ടോ തമ്പനൈൽ എന്ന് പറഞ്ഞ സംഭവം വരും. അത് നമുക്ക് റിമൂവ്, അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, റിമൂവ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള തമ്പനൈൽ അതൊക്കെ ഇടാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നെക്സ്റ്റ് അടിച്ച് ചെയ്യുമ്പോൾ വരുന്നത് സെറ്റിങ്സിലോട്ടാണ് വരുന്നത്. നമ്മുടെ ഇതിൻ്റെ തന്നെ സെറ്റിങ്സിൽ അതെന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാരിറ്റി, അടുത്ത റെക്കമെൻഡഡ് ക്ലാരിറ്റി അത്ര. അതെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് പോലെ ഏറ്റവും നല്ലതാണെങ്കിൽ നമുക്ക് നല്ല പവർ നെറ്റ് ഉണ്ടായില്ലേ നല്ല ക്ലാരിറ്റി ഉപയോഗിക്കാൻ പറ്റും. സോ നമ്മൾ പിന്നെ പ്രൈവറ്റ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് മാത്രം ലൈവ് കാണാൻ പറ്റും. പിന്നെ പ്രൈവറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം, പബ്ലിക്കായിട്ട് തന്നെ എല്ലാവർക്കും കാണാം. പിന്നെ ഗെയിമിൻ്റെ രീതി പോലെ നമ്മളതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യും, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പുമായിട്ട്. പിന്നെ അടുത്ത് നമ്മൾ ഏതില്ല നമ്മൾ ലൈവ് ഇടുന്നതെന്നുള്ള ഇത് അടി ലാബ്സ്. അപ്പോൾ ഞാൻ യൂട്യൂബാണ് എടുക്കുന്നത്. പിന്നെ യൂട്യൂബ് എടുത്ത് കഴിയുമ്പോൾ അതാണ് യൂട്യൂബ് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അതൊക്കെ വന്നതുണ്ടോ. നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇത് വന്നു, നമ്മളിപ്പോൾ അത് ഓണാക്കുക. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ അടുത്ത പ്രിവ്യൂ സംഭവമാണ്, പ്രിവ്യൂ അതിലോട്ടങ്ങ് ക്ലിക്ക് ചെയ്യുക. ആ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇത് വരും, ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൽ നമുക്ക് സ്ട്രീം തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ സംഭവിച്ചിരുന്നത്. സ്ട്രീം തുടങ്ങുന്നതിന് മുമ്പ് മൈക്ക് ഓൺ ആക്കണോ, മൈക്ക് ഓഫ് ആക്കണോ, അത് ക്യാമറ ഓൺ ആക്കണോ, ക്യാമറ ഓഫ് ആക്കണോ, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഇതിൽ. ഇതാണ് അവസാനത്തേത്. ഇത് ഫുള്ള് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലെ ടോപ്പിൽ കണ്ടോ സ്റ്റാർട്ട് സ്ട്രീമിങ്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സ്ട്രീമിങ്ങിന് പോകും. അത് നമ്മൾ കറക്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിലോട്ട് കറക്റ്റായിട്ട് തന്നെ പോകും. അപ്പോൾ ഗൈസ്, ഇത്ര ഉള്ള വീഡിയോ. നിങ്ങൾ ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യുക. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ യൂട്യൂബിലുണ്ടൊരു ലൈവ് ഇട്ട വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.